ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. ഇപ്പം 8:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ 8 മണിക്ക് എണീറ്റതേ ഉള്ളൂ. ഇനിയിപ്പം ക്ലാസ്സിന് പോകണം. അപ്പം ഞാൻ ഇന്ന് മുതൽ എൻ്റെ ഒരു വീക്ക് ഫുള്ള് കാണിച്ചു തരാം. എനിക്കിപ്പം നല്ല ലേറ്റായി. ഞാൻ 8:35 ആയി 9 ക്ലാസ്. അപ്പോൾ ഇപ്പോൾ ഓടിയാലേ ഒരു 8, 9, 10 ഒക്കെ ആകുമ്പോഴേ എത്തത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം. നയൻ്റെ ക്ലാസ്സിലത്തേക്ക് ഞാൻ പൊതുവേ അലാം ഒരു 7:30 വെക്കാറ്. 7:30 വെച്ചാലും ഞാൻ എണീക്കുമ്പോൾ എനിവേ അത് 8 ആകുമെങ്കിലും അങ്ങനെയാണ് പോവാറ്. അപ്പോൾ ഈ പോകുന്ന ബസ്സാണ് എന്നെ എന്നും ചതിക്കുന്നത്. ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഈ മോർണിംഗ് ക്ലാസ്സിലത്തേക്കാണ് കേട്ടോ. ഞാൻ ഒന്നാമതേ ഇറങ്ങുന്ന ലേറ്റ് ആയിട്ടാണല്ലോ. എന്നാലും ഈ ബസ് പോയി എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒന്നും ഇറങ്ങാറില്ല. എന്നാലും ഈ ബസ് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേന് 2 ബസ്സിൻ്റെ കൺമുമ്പിൽ കൂടെ പോകുന്നത് ഡെയിലി കാണാം. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ ക്ലാസ്സിന് കയറാം കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സിൻ്റെ അകത്ത് വെച്ച് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായി. ഞാൻ തലേന്ന് നൈറ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല വിശപ്പ്, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, അവിടേക്ക് ഓടാം. ഈ കാണുന്ന കേട്ടോ എഡ്വിൻ, നമ്മൾ 4 പേര് ഒരുമിച്ചാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ക്ലാസ്സിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിലും പോകുന്ന വഴി ഇച്ചിരി ടാസ്ക്കാണ്. മാർക്കറ്റ് ത്രൂ ആണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മുടെ വഴികാട്ടി നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും ക്ലാസ്സിലേക്ക് പോകാമല്ലേ. എനിക്ക് പക്ഷെ ഇന്നലെ ഇഷ്ടമായി. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഗൗണം തോന്നുന്നോ കർട്ടൻ തോന്നുന്നോ? പക്ഷെ ഇത് കർട്ടനാ. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടുന്നില്ല അല്ലേ? ക്ലാസ്സിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റിൻ്റെ ഏരിയ ത്രൂ നടക്കുന്ന കണ്ടിട്ട്. ഇത് നമ്മൾ ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ സനയ്ക്ക് എന്തോ ഡ്രസ്സ് നോക്കണമെന്നോ ജാക്കറ്റ് നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് മാർക്കറ്റിലൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല റേറ്റ് കുറഞ്ഞിട്ട് എന്തൊക്കെയോ കിട്ടുമെന്നാണ് സന പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം. മാറി നടക്കും. വലിയ വണ്ടിയത്. This is our first class. This is my new friend. I'm also new friend. ചെറിയ വഴിയും 10 വണ്ടികളും. ഇവിടെ 1 ലാരിക്ക് ഷെഡിയൊക്കെ ഉണ്ട്. 1 ലാരി എന്ന് പറയുമ്പോൾ 30 രൂപ. സബ്സ്ക്രൈബേഴ്സ് ആണോ? ഞാൻ പിന്നെ മലയാളത്തിൽ പിന്നെ ആർക്കാടുത്ത് പറയാൻ. ഒരാഴ്ച എനിക്ക് ഫുള്ള് ക്ലാസ് ആയിരുന്നു. ഇനി മുതൽ എനിക്ക് ക്ലാസ് കുറവാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ക്ലാസ് ഉണ്ടോ? എനിക്ക് ഫുൾ ക്ലാസ് ആണ്. പഠിക്കുന്ന പിള്ളേരെ എപ്പോഴും ക്ലാസ് ആണ്. ഡെയിലി ക്ലാസ്. ഇപ്പോൾ യൂണിറ്റ് പോയി പഠിക്കണം. രാവിലെ 9 രാത്രി 8 ലൈബ്രറി. ഇന്നലെ മാത്സിലേക്ക് വരാത്തവനാണ്. ഏത് ഷോപ്പ്? അല്ല, ഞാൻ ഷോപ്പാണ്. ശരിയാ. ഇത് നമ്മുടെ സ്റ്റേഷൻ സ്ക്വയറിലെ ഹിഡൻ ജെം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ചീപ്പാ. ചീപ്പ് എന്ന് വെച്ചാല് 45, 50, 30 ആയിരിക്കും നല്ല ഡ്രസ്സ്. അത് ചീപ്പല്ല. അല്ല, നമുക്ക് 20 ലാരിക്കും ഡ്രസ്സ് കിട്ടും. ഈ സനെ പോലെ റിച്ച് ആയിട്ടുള്ളവർക്ക് അത് ചീപ്പാണ്. ഫുഡിന് നമുക്ക് ചെലവാക്കാലോ. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പോയി എന്നെ കൊണ്ട് ബീഫും എന്തുവാണ് കഴിപ്പിച്ചത്? നീ എന്നെ കൊണ്ട് കഴിപ്പിച്ച കട്ട്ലറ്റും കഴിപ്പിച്ച്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കിത് ഒരു PPT പ്രസൻറ്റ് ചെയ്യാനുണ്ടായി. അപ്പോൾ ഈ PPT ഒക്കെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കി ഞാൻ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾക്ക് വീണ്ടും വിശന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഐശയ്ക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര വിശപ്പ്. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര കാര്യമൊന്നുമല്ല. എപ്പോഴും ഉത്രയ്ക്ക് വിശപ്പാണ്. വിശപ്പില്ലാത്ത ദിവസം അപൂർവം. അങ്ങനെ പറയുന്നതായിരിക്കും. മഴ പെയ്യുമ്പോഴും ഞാൻ നിങ്ങളുടെ എന്തുവാ പറഞ്ഞേ? നിർബന്ധിച്ചാൽ ഞാൻ വരാം. ഞങ്ങൾ നിർബന്ധിച്ചില്ല. ബസ് കയറി പോക്കോ. ഫുഡിന് മാത്രമാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ നമ്മൾ തിന്നണം.
ഇന്നല്ലേ വലിയ ആളാവുള്ളൂ. പക്ഷെ നിനക്ക് വിശപ്പുണ്ടോ? സത്യം പറ. ഉത്തരയ്ക്ക് വിശപ്പുള്ളതുകൊണ്ട് ഉത്തരം ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ചേച്ചി വിശപ്പ് വന്നേനെ. തിന്നാൻ അപ്പൊ പറ്റുമോ? ശരി, ഇനി കൂടുതൽ ലൂക്ക് വാങ്ങണ്ട. ഇവിടെ അങ്ങനെ എടുക്കാൻ ആംബിയൻസ് കാണൂല. ഒരു പിസ്സ കൂടെ വരാം, പക്ഷെ വെക്കാൻ സ്ഥലമില്ല. ആ മുഖത്തെ ആ സന്തോഷം നോക്കി. അങ്ങനെ നമ്മൾ റൗണ്ട് 2 പിസ്സ ഓർഡർ ചെയ്തു ഗൈസ്. ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കും. എന്തോ ഉത്തര വേണം. ഇപ്പം നിൽക്കുന്ന ഒഫ്താൽമോളജി ക്ലാസ്സിലാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു, ഒരു ഗ്ലൗക്കോമ പേഷ്യൻ്റ്, ഒരു ലോങ് ടേം പേഷ്യൻ്റ്. അപ്പം പേഷ്യൻ്റ് മാമിന് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. അപ്പം മാം നമുക്ക് ആ ചോക്ലേറ്റ് ഒക്കെ തന്നു, നമുക്ക് എല്ലാവർക്കും തന്നു. ഭയങ്കര നല്ല മാമാട്ടോ ഇത്. പിന്നെ ക്ലാസ്സിൽ വന്നാൽ പഠിത്തം മാത്രമായിരിക്കില്ലല്ലോ നടക്കുന്നത്. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളിതേ ഇനി കാണാൻ പോകുന്ന കുറച്ച് കലാപരിപാടികളും കൂടെ കാണാൻ പറ്റുന്നതാണ്. സനം എന്തിനാണ് ക്ലാസ് പോട്ടെ, പാട് പാട്. Wonder if I changed my number. Would you wanna know? It's the coldest kind of comfort. ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. സമയം 5 ആയിട്ടുള്ളൂ. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് തീരെ കുഴപ്പമില്ല. അപ്പം ഭയങ്കര ക്ലൗഡി ആയിട്ടൊക്കെ. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനാണെങ്കിൽ എന്തുവാ ഫുള്ള് ഭയങ്കര ഫോഗായിട്ടായിരിക്കുമായിരുന്നു. രാവിലെ ആണോ രാത്രിയാണോ എന്ന് പോലും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇന്ന് 2 ക്ലാസ് ഉണ്ടായി. ഇപ്പം ടൈം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നാളത്തേക്ക് ഒരു ക്വിസ് ഉണ്ട്, അപ്പോൾ അതും പഠിക്കാനുണ്ട്. പിന്നെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചാണ്. അപ്പോൾ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര വിശപ്പ്. ഒരു 3-4 നേരം എനിക്ക് ആഹാരം കഴിച്ചാൽ അത്രയും സന്തോഷം എന്ന അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. എന്തായാലും ഇപ്പം ഫുഡ് കഴിച്ചാണ്. പിന്നെ ഇനി നൈറ്റ് എന്തെങ്കിലും കുക്ക് ചെയ്യണം നാളത്തേക്കൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇനി ടൈം കിട്ടിയെന്ന് വരില്ല. നമുക്ക് എക്സാം ആയിരുന്നു, എഡ്വിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. എക്സാം പഠിച്ചായിരുന്നു എല്ലാം. ഞാൻ പഠിപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് ബുക്ക് വാങ്ങിച്ച്, പേന വാങ്ങിച്ച്, റബ്ബർ വാങ്ങിച്ച്. അത് ഹാലായിരുന്നത്. റബ്ബർ പേന ചെയ്തതിന് എഡ്വിൻ റബ്ബർ വെച്ചാണ് വാങ്ങിക്കുന്നത്. മെഡിക്കൽ സ്റ്റുഡന്റ്. ഞാൻ എല്ലാം വരച്ചാ പഠിക്കാറ്, പെൻസിലൊക്കെ ഉപയോഗിക്കാതെ. ശരിയാ, ശരി. പിന്നെന്താ എക്സാം എങ്ങനെയുണ്ട്? എക്സാം കൊള്ളാം. ഇവള് കാണാൻ പോലും ഒന്നല്ലട്ടാ, 3 പേജ് എടുത്ത് എഴുതിയ. നമ്മളൊക്കെ ഒരു പേജിൽ കഷ്ടപ്പെട്ട് ചെയ്ത 3 പേജാ. ചുമ്മാ തള്ളലാണ്. 2 പേജ് എഴുതാനുണ്ടായിരുന്നു. കുറെ പഠിച്ചോണ്ട് കുറെ എഴുതാനുണ്ട്. പഠിക്കുമ്പോ നമ്മൾ എഴുതണ്ടേ? അത് നാളെ രാവിലെ കഴിക്കാം, ഉച്ചക്കും കഴിക്കാം. എന്തായാലും എന്റെ വീട്ടിലാണോ ഇവിടെ ഫുഡൊന്നും കിട്ടാതെ ജീവിക്കുന്ന സനക്ക് എന്നും പുറത്തുനിന്ന് ഫുഡ് മാക്സിലും നമുക്ക് ആരുണ്ടോ ട്രീറ്റ് ചെയ്യാൻ? എന്നെ എഡ്വിന്റെ ബർത്ത്ഡേ ആയിട്ട് എഡ്വിൻ പോലും ട്രീറ്റ് ചെയ്തിരുന്നില്ല. നമുക്ക് എഡ്വിൻ എന്ത് തരും? കച്ചാപ്പൂരി. എഡ്വിനെ മന്തി കുറഞ്ഞ് ട്രീറ്റ് ഇല്ല. Guys, this is Georgia. It's too expensive. 10 Mandi is not expensive. Mandi is just 15 lari. ഒരു മന്തി And one mandi can share 2 പേർ. അല്ല, എന്റെ കാര്യം പറഞ്ഞത്. ആണ് ഗൈസ് നമ്മളെ മാക്സിലോ ഫേഷ്യലിന്റെ റൂം. ഇത് ഉത്തര സുനിൽ വ്ളോഗർ. അല്ല, ഉത്തരന്റെ വ്ളോഗ് തന്നെയാ. അപ്പൊ ഉത്തര സേ ഹായ്. ഇതാ നമ്മളെ ക്ലാസ്സിൽ കുറെ സാധനങ്ങളുണ്ട്. ഈ അപ്പൂപ്പൻ നല്ല കരവുണ്ട്, കാണുന്ന പോലെയല്ല. പിന്നെ ഇതാണ് ഉത്തര ഇരുന്ന സ്ഥലം. പിന്നെ കുറെ പല്ലും കുൽമാലൊക്കെ ഉണ്ട്. ശ്രേയ സോണി. ഓ ശരി, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല, ഇത് ആരൊക്കെയോ ഉണ്ടാക്കിയ പല്ല്. ഇതെന്താന്ന് നമുക്കറിയത്തില്ല. പല്ലുണ്ടാക്കുന്ന തട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഇട്ടിട്ട് പല്ലിന് ഷേപ്പ് കൊടുക്കും. ഇതിന്റെ ഉള്ളിൽ ആദ്യം നമുക്ക് ഏത് പല്ലിന്റെ ഷേപ്പ് വേണം. ഇത് അണ്ണാക്കിൻ്റെ ഇത്
ഇൻഡസ്ട്രിയിൽ ആൾക്കാർ ചെയ്യും എന്തൊക്കെയോ നമുക്കറിയത്തില്ല. ഇൻഡസ്ട്രി എന്തായാലും ജീവിച്ച് പോണ്ടേ. ജോർജ് ഈസ് എക്സ്പെൻസീവ്. ഡെയിലി 9 AM ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി 1 മണിക്ക് എനിക്ക് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അത് എൻ്റെ 9 AM ക്ലാസ് ഉണ്ടായ ആ സ്ഥലത്തല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ 10 ആയതേ ഉള്ളൂ. അപ്പം എന്തായാലും വെയിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ കമ്പനിക്ക് ബിവിനെ വിളിച്ചു. ബിവിനും എന്തോ ക്ലാസ് ഉണ്ട്, എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു സപ്പോറ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറിയായിരുന്നു. സപ്പോറയ്ക്ക് മുന്നേ നമ്മൾ ഗ്ലോറിയസ് കഫേ കയറി. ഞാനൊരു കോഫി മേടിച്ചു. സപ്പോറ പോയിട്ട് അവിടെ ഒരുപാട് ഡെസേർട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് മേടിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. മോനെ എനിക്ക് പറയാൻ വാക്കില്ല. അമേസിംഗ് എന്ന് വെച്ചാൽ അമേസിങ്, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ CIUവിൽ വെച്ചിട്ടാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് കയറി. അപ്പോൾ അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ലായിരിക്കും. പിന്നെയാണ് ആളുകൾ കൊണ്ട് നിറഞ്ഞത്. അങ്ങനെ വർക്ക്ഷോപ്പ് തുടങ്ങി. To introduce Dr. Mamuka Nemsadze, a professor of obstetrics and gynecology at CIU. He's also the head of obstetrics and gynecology in numerous leading institutions, including Open Heart and Guru Shauri Hospital. 200 types of HPV, and which are subdivided into cutaneous and mucosal. So they can affect on mucus. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ക്ലാസ്സിലുള്ള ക്ലിപ്പിനേക്കാളും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ക്ലിപ്പായുള്ളതെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഞാനും ഇവരും കൂടെ. പക്ഷെ ഇവിടെ നല്ല ചീപ്പായിരുന്നു. 11 ആയിട്ടുണ്ടായുള്ളൂ. എൻ്റെ യൂണിയിൽ ക്യാൻറ്റീനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ ക്യാൻറ്റീൻ അടിപൊളിയായിരുന്നു. Smile, make me wanna stay. Come with me, we can make a way. Give me time, let me demonstrate. Want you over, want you closer. Let me love you like I'm supposed to. Any struggle, make it over. Let's remember. You throw it away. You take the third swab, you still clean it, and now it's clean, right? So we try to reduce the risk of the infection that way. Now, what we should do is, what would be the next step, is to fix the cervix in the position, favorable position for us in order to reduce the risk of the uterine perforation. എന്നിട്ടും അവൻ കാണുന്നില്ല എന്നുള്ളതാ. അത് അഭിനയിക്കുന്നതാണോ? നമ്മൾ റീൽസ് എടുക്കാൻ പോകുന്നു. ഓക്കെ ബൈ. ജസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. തീരെ സഹിക്കാൻ പറ്റുള്ള. 1.5 ഉണ്ടായിരുന്നു ഒരു മുട്ടായിക്ക്. കടയിലുള്ള എല്ലാ ആൾക്കാരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞാനും ഉത്തരം വാങ്ങി. ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് മുട്ട അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാടായില്ലേ, എന്തിനാ വെറുതെ കൂടുതൽ ഉറപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങളാരും നിർത്ത്. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റ പറ.